വൺ ലാസ്റ്റ് തലാതളപതി ആട്ടം. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ക്ലാഷ് റിലീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്ലാഷ് റീ റിലീസ് ആദ്യമായിട്ട് കാണാനുള്ള ഒരു അവസരമായിരുന്നു. അതിനുവേണ്ടി പ്രാന്ത് പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. തെറി വേഴ്സസ് മങ്കാത്തയാണ് പറയുന്നത്. ഇപ്പം അത് നടക്കത്തില്ല എന്നുള്ള റിപ്പോർട്ടുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കലൈപുള്ളി എസ് ഥാനു എന്ന് പറയുന്ന തെറിയുടെ പ്രൊഡ്യൂസറിനെ ഇതിനു മുമ്പ് ജനുവരി 15-നാണ് റീ റിലീസ് ചെയ്യാനിരുന്നത്. അന്ന് ഒരുപാട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അന്ന് റിലീസാകുന്ന സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സ്ക്രീൻ കിട്ടത്തില്ല, അതുകൊണ്ട് റീ റിലീസ് മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി മാറ്റിവെച്ചു. എന്നത്തേക്ക് ജനുവരി 23 മങ്കാത്തയുടെ കൂടെ വൺ ലാസ്റ്റ് ഡാൻസ്, അല്ലെങ്കിൽ വൺ ലാസ്റ്റ് ക്ലാഷ്, വൺ ലാസ്റ്റ് റീ റിലീസ്, വൺ ലാസ്റ്റ് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല, തലതളപതി ആട്ടം. അപ്പോൾ അത് നടത്താനായിട്ട് പുള്ളി കൊണ്ട് 23-ന് വെച്ചു. ഇപ്പോൾ 23-ന് റിലീസാകുന്ന ദ്രൗപദി 2 എന്ന് പറയുന്ന സിനിമയും പിന്നെ എന്തോ ഹോട്ട്സ്റ്റാർ 2 അങ്ങനെ ഏതോ സിനിമയുടെയും പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സോ പുള്ളിയുമായിട്ട് സംസാരിച്ച് ആ റീ റിലീസ് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുള്ളി അത് എഗ്രി ചെയ്തു എന്നാണ് ന്യൂസുകളൊക്കെ വന്നിട്ടിരിക്കുന്നത്. അപ്പം ആ വൺ ലാസ്റ്റ് ക്ലാഷും കാണാനുള്ള അവസരം ഇല്ലാതായിരിക്കുകയാണ്. ഈ സമയത്ത് കുറേ ഹേറ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, തളപതി ഹേറ്റേഴ്സ് വന്ന് പറയുന്നത് മങ്കാത്തയെ പേടിച്ച് റിലീസ് മാറ്റിയെന്ന്. ആര്? വിജയ് മങ്കാത്തയെ പേടിച്ച് റിലീസ് മാറ്റിയെന്ന്. ഇതിനു മുമ്പ് പല തവണ തലാതളപതി ക്ലാഷുകൾ നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആരാണ് കൂടുതൽ തൂക്കിയെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 2010-ന് ശേഷം 2 തവണയാണ് നടന്നേക്കുന്നത്. അത് രണ്ടും തൂക്കിയത് ഒരേ ഒരു മുതലാണ്. ഒന്ന് 2014 ജില്ലാ വേഴ്സസ് വീരം ജനുവരി 10-ന് റിലീസായി, പൊങ്കൽ റിലീസായിട്ട്. 2023 ജനുവരി 11-ാം തീയതി വാരിസ് വേഴ്സസ് തുനിവ്, അതും പൊങ്കൽ റിലീസായിരുന്നു. ഈ 2 ക്ലാഷും വൺ സൈഡഡ് ആയിട്ട് തന്നെയാണ് തളപതി തൂക്കിക്കൊണ്ട് പോയത്. അപ്പം നമ്മൾ ഞാനിങ്ങനെ പറയാൻ നേരത്ത് കുറേ പേര് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നെഗറ്റീവും ബാഡും അടിക്കാനുള്ള കാര്യം ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ബോക്സ് ഓഫീസ് അനാലിസിസ് പറയാം. പക്ഷേ ഇങ്ങനൊരു ക്ലാഷ്, ഈ മങ്കാത്ത വേഴ്സസ് തെറി ക്ലാഷ് നടന്നിരുന്നെങ്കിൽ ആര് തൂക്കിയേനെ? നമുക്കൊന്ന് പോയാലോ? ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഗൈസ്, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ വരുന്ന സിനിമയുടെ വിജയം തീരുമാനിക്കുന്നത് ലോകവ്യാപകമായിട്ട് ആ സിനിമ എത്ര രൂപ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിലാണെങ്കിൽ തലാതളപതി ക്ലാഷ്, അതായത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള ഈ 2 പേരും, ഏറ്റവും വലിയ ഫാൻ റൈവലറി ഉള്ള ഈ 2 പേരും ഏറ്റുമുട്ടിയപ്പോഴൊക്കെ വൺ സൈഡഡ് ആയിട്ട് ക്ലാഷ് കൂടുതലും തൂക്കിയേക്കുന്നത് തളപതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു സിനിമ ഈ 2 പേരുടെ ഒരേ ദിവസം റിലീസ് ആകുകയാണെങ്കിൽ വിജയ് സിനിമയ്ക്ക് ഫുള്ളി നെഗറ്റീവ് റെസ്പോൺസും തലാപ്പടത്തിന് ഫുള്ളി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാലും തളപതി തന്നെ തൂക്കും. ഓൾ ഏരിയയിൽ തളപതി തന്നെ തൂക്കും. അതാണ് വിജയുടെ ഇപ്പോഴത്തെ പവർ. പക്ഷെ നമുക്കിനി അങ്ങനെയുള്ള കാഴ്ചകൾ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. കാര്യം ഒരാൾ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് ഇങ്ങനെ പൊളിറ്റിക്സിൻ്റെ പുറകെ പോയി, മറ്റേ ആൾ റിട്ടയർമെൻറ്റ് ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു സംഭവത്തിൽ റേസിങ്ങിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടത് കാണാനുള്ള ഭാഗ്യം നമുക്കില്ല. പക്ഷേ വൺ ലാസ്റ്റ് ക്ലാഷ് നമുക്ക് കാണാമായിരുന്നു. അതൊരു റീ റിലീസ് ആയിരുന്നെങ്കിലും മങ്കാത്ത വേഴ്സസ് തെറി, അതും ഇപ്പം നഷ്ടമായി പോയേക്കാണ്. പിന്നെ നേരത്തെ നടന്ന 2010-ന് ശേഷം നടന്ന 2 ക്ലാഷുകളുടെ ബോക്സ് ഓഫീസ് അനാലിസിസ് അത് നമുക്ക് പറയാം. അതിനുമുമ്പ് വേറെ സംഭവം കൂടി. ഈ ക്ലാഷ് ഇൻഡസ്ട്രിക്ക് നല്ലതാണോ മോശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ചില സമയത്ത് നല്ലതും ചില സമയത്ത് മോശവുമാണ്. പക്ഷേ ഇന്നത്തെ ഒരു സിസ്റ്റത്തിൽ അത് നല്ലതായിട്ട് വരുന്നുണ്ട്. കാര്യം ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹോളിവുഡിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഓപ്പൺ ഹൈമർ വേഴ്സസ് ബാർബി, അത് വൻ ക്ലാഷ് ആയിരുന്നു. ആ ക്ലാഷ് നടന്നപ്പോഴത്തേക്കും അതൊരു ഫാൻ റൈവലറി ആയിട്ട് മാറ്റാതെ, കാര്യം 2 സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഫാൻസ് ഉണ്ട്, അതൊരു വാശി അല്ലെങ്കിൽ അതൊരു തർക്ക വിഷയമായിട്ട് മാറ്റാതെ ഇവർ ഒറ്റക്കെട്ടായിട്ട് ബാർബൻ ഹൈബർ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡാക്കി 2 സിനിമേനെ സെലിബ്രേറ്റ് ചെയ്തു. 2 സിനിമ വൻ വിജയങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഇനി ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് കണ്ടേക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് ക്ലാഷ് എന്ന് പറയുന്നത് സൗത്ത് വേഴ്സസ് നോർത്ത്, ഡങ്കി വേഴ്സസ് സലാറാണ്. അപ്പം ആ ക്ലാഷിൽ സംഭവിച്ചത് അതൊരു റൈവലറി ആയിട്ട് മാറി. സൗത്ത് നോർത്ത് തമ്മിൽ ഇടിയായിരുന്നു ആ സമയത്ത്. എങ്കിലും 2 സിനിമയ്ക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് വന്നു. അതാത് സിനിമകൾക്ക് കിട്ടേണ്ട കളക്ഷൻ അതാത് സിനിമകൾക്ക് കിട്ടി. സലാറാണ് കുറച്ച് ഡോമിനേറ്റ് ചെയ്തത്. അത് സിനിമയുടെ ജാനർ വെച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചേക്കുന്നത് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇനിയും നമ്മുടെ മോളിവുഡിൽ ഈ അടുത്ത് നടന്നേക്കുന്നത് ലോക വേഴ്സസ് ഹൃദയപൂർവ്വം, അതും ഒരു ക്ലാഷ് ആയിരുന്നു. പക്ഷേ ആ ക്ലാഷിൽ എന്താണ് സംഭവിച്ചത്? ഒരു ഭാഗത്ത് നിൽക്കുന്നത് സൂപ്പർ സ്റ്റാർ, മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ. പക്ഷേ ഇവിടെ മോളിവുഡിൽ കണ്ടന്റ് വുഡാണ്, കണ്ടന്റാണ് കിങ് എന്ന് നമ്മളിവിടെ വീണ്ടും തെളിയിച്ചു. ലോക എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് അടിച്ചു, വൻ ലെവലിലേക്ക് കയറിപ്പോയി. പക്ഷേ ഹൃദയപൂർവ്വം പരാജയപ്പെട്ടതുമില്ല. ലാലേട്ടൻ്റെ സ്റ്റാർ പവറിൽ ആ പടത്തിനനുസരിച്ച് എന്ത് റിവ്യൂ ആണ് കിട്ടിയത് അതിനനുസരിച്ചിട്ടുള്ള കളക്ഷൻ ആ പടത്തിനും വന്നിട്ടുണ്ട്. ഇനി തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നടന്നേക്കുന്ന ബിഗ്ഗസ്റ്റ് ക്ലാഷ്, ലാസ്റ്റ് ക്ലാഷ് എന്ന് പറയുന്നത് തലാതളപതി തമ്മിൽ ഒന്നിച്ച തുനുവ് വേഴ്സസ് വാരിസാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞിടക്ക് ബൈസൺ വേഴ്സസ് നമ്മുടെ ഡ്യൂഡൊക്കെ നടന്നായിരുന്നു. അതൊന്നും ഒരു ക്ലാഷ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. തലാതളപതി നിൽക്കുമ്പോൾ അതാണ് ക്ലാഷ്, അതേ കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇനി ജില്ലാ വേഴ്സസ് വീരം അന്ന് ഇറങ്ങിയ 2014. ഇപ്പോൾ 2014 ഈ 2 സിനിമകൾ ഇറങ്ങിയിട്ട് ഇപ്പോഴും പല വിജയ് വിരോധികളും ഈ 2 ക്ലാഷും, അതായത് ജില്ലാ വേഴ്സസ് വീരവും തുനുവ് വേഴ്സസ് വാരിസും അജിത്തിൻ്റെ തലയിൽ കൊണ്ട് വെച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട് ക്ലാഷ് വിന്നർ എന്നും പറഞ്ഞ്. അത് ഇവന്മാർ എന്തടിസ്ഥാനത്തിലാണ് പറയണതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. തമിഴ്നാട് ഓൾ ഏരിയ നോക്കിയല്ലേ ക്ലാഷ് വിന്നറിനെ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
അന്ന് ജില്ല വേഴ്സസ് വീരം ക്ലാഷ് നടന്നപ്പോഴത്തേക്കും വീരം എത്ര രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്? ഏകദേശം 75 കോടി രൂപയാണ് വീരം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ അന്ന് കളക്ട് ചെയ്തത്. അതിൽ TNൽ നിന്ന് 51 കോടിയും കേരളത്തിൽ നിന്ന് 3.25 കോടിയും കർണാടക 2.30 കോടി ആന്ധ്ര തെലങ്കാന 3 കോടി ROI റെസ്റ്റ് ഓഫ് ഇന്ത്യ അന്ന് 2 പേർക്കും മാർക്കറ്റ് ഇല്ല ആ സമയത്ത് അവിടെയൊന്നും 1 കോടി അവിടെയൊന്നും മീൻസ് നോർത്ത് ഇന്ത്യയാണ് കേട്ടോ. പിന്നെ ഓവർസീസിൽ നിന്ന് 16 കോടി ടോട്ടൽ 75 കോടി വേൾഡ് വൈഡ് കളക്ട് ചെയ്തു. ഇനി ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ജില്ല 92 കോടിയാണ് അന്ന് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത്. 100 കോടിയുടെ പോസ്റ്ററൊക്കെ അടിച്ചിറക്കി, പോസ്റ്റർ മാജിക് അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ 92 കോടി ആ പടം വേൾഡ് വൈഡ് കളക്ട് ചെയ്തു. അതിൽ TNൽ നിന്ന് 52 കോടി, വീരം 51 കോടിയാണ്. 1 കോടി ഡിഫറൻസ്. വലിയ രീതിയിലുള്ള തൂക്കലൊന്നും ആയിരുന്നില്ല, പക്ഷേ ബാക്കി ഏരിയയിലെല്ലാം വലിയ രീതിയിലുള്ള തൂക്കൽ തന്നെ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 8.75 കോടി ലാലേട്ടനും ഉണ്ട്. പിന്നെ വിജയ് പടത്തിന് കേരളത്തിൽ നിന്ന് 10 കോടി അടിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല. അത് ലാലേട്ടന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ കർണാടകയിൽ നിന്ന് 4.70 കോടി, AP നിസാം 4.50 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യ 1 കോടി, 2 പടത്തിന് 1 കോടിയാണ്. പിന്നെ ഓവർസീസ് 21 കോടി. അപ്പോൾ അങ്ങനെ ജില്ല 95 കോടിയും. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ആ ക്ലാഷിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. തലാപ്പടത്തിന് നല്ല റെസ്പോൺസും ജില്ലയ്ക്ക് അത്രയും റെസ്പോൺസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ക്ലാഷ് അജിത്ത് തൂക്കിയെന്നും. റിവ്യൂസ് അടിസ്ഥാനത്തിലാണ് പറയണത്, കളക്ഷൻ അടിസ്ഥാനത്തിലല്ല കേട്ടോ. കളക്ഷൻ അടിസ്ഥാനത്തിൽ ജില്ല തന്നെയാണ്, തളപതി വിജയ് തന്നെയാണ് ആ ക്ലാഷ് തൂക്കിയത്. ഇനി തുനുവ് വേഴ്സസ് വാരിസിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. അത് ഫൈനൽ കളക്ഷൻ തുനുവിൻ്റെ വന്നേക്കുന്നത് 195 കോടിയാണ്. അത് അജിത്തിൻ്റെ അതുവരെയുള്ള കരിയറിലെ ഏറ്റവും ഹയസ്റ്റ് കളക്ഷനാണ് നെഗറ്റീവ് ടു മിക്സഡ് റെസ്പോൺസിൽ. TNൽ നിന്ന് 115 കോടി, കർണാടക 12 കോടി, കേരളം 5 കോടി, AP നിസാം 4 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യ 1.50 കോടി, ഓവർസീസ് 55 കോടി. അപ്പോൾ ഓവർസീസ് മാർക്കറ്റിലെ കയത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ആ പടമായിരുന്നു ആ സമയത്ത്. ഇനി നമുക്ക് വാരിസിലേക്ക് വരാം. വാരിസിൻ്റെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 306 കോടിയാണ്. 105 കോടിക്ക് ഡിഫറൻസിലാണ് തൂക്കിയേക്കുന്ന ക്ലാഷ്, വൺ സൈഡഡ് തൂക്കൽ. അത് TNൽ നിന്ന് 146 കോടിയും, കേരള 13 കോടി, കർണാടക 15 കോടി, AP നിസാം 27 കോടി, ഓവർസീസ് 89 കോടി. അങ്ങനെ വൻ തൂക്കൽ നടത്തി 306 കോടി. ഈ 2 സിനിമകളും റിലീസായ ടൈമിൽ ഇവരുടെ 2 പേരുടെയും കരിയറിലെ ഏറ്റവും ഹയസ്റ്റ് കളക്ഷനായിട്ട് മാറി. നെഗറ്റീവ് ടു മിക്സഡ് റെസ്പോൺസിൽ. അതാണ് സ്റ്റാർ പവർ, ബ്രാൻഡ് പവർ. 2 പേരും ബ്രാൻഡാണ്, തമിഴകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ. അപ്പോൾ ഈ 2 പേരുടെയും ഇനി ക്ലാഷ് റിലീസൊന്നും കാണാൻ പറ്റത്തില്ല, റിലീസുകൾ പോലും കാണാൻ പറ്റത്തില്ല. ആ അവസ്ഥയാണ്. എന്തായാലും തെറി റിലീസ് പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല, പക്ഷെ ഞാൻ 2 സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിച്ച മങ്കാത്തയും തെറി പോയി, മിസ്സായി. എങ്കിലും മങ്കാത്ത കാണാം, തെറി നമുക്ക് ഇനി എപ്പോഴെങ്കിലും റിലീസ് ചെയ്യുമ്പോൾ കാണാം. സോ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.